വാർത്തകൾ വിശദമായി. കണ്ണൂർ തലശ്ശേരിയിൽ ബാങ്ക് ജീവനക്കാരി വെടിയേറ്റ് മരിച്ചു. IDBI ബാങ്ക് ജീവനക്കാരി വിൽന വിനോദാണ് മരിച്ചത്. സുരക്ഷാ ജീവനക്കാരന്റെ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേറ്റുവെന്നാണ് സൂചന. തലശ്ശേരി IDBI ബാങ്ക് ജീവനക്കാരി വിൽന വിനോദാണ് സെക്യൂരിറ്റി ജീവനക്കാരന്റെ വെടിയേറ്റ് മരിച്ചത്. ലോക്കറിലേക്ക് പോകുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ ഹരീന്ദ്രൻ തോക്ക് പരിശോധിക്കുന്നതിനിടെ ബാങ്കിനുള്ളിലുണ്ടായിരുന്ന വിൽനയ്ക്ക് അബദ്ധത്തിൽ വെടിയേൽക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തലയ്ക്കാണ് വെടിയേറ്റത്. ഉടൻ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പുന്നോൾ സ്വദേശി വിനോദിന്റെ ഭാര്യയാണ് വിൽന. മേലൂർ സ്വദേശിനിയാണ്. 1 മാസം മുൻപാണ് വിൽന ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഗുജറാത്ത് കലാപത്തിനിടെയുണ്ടായ ഗുൽബർഗ സൊസൈറ്റി കൂട്ടക്കൊലക്കേസിലെ 24 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. 36 പേരെ വെറുതെ വിട്ടു. ശിക്ഷാവിധി ഈ മാസം 6-ന് പ്രഖ്യാപിക്കും. മുഖ്യ സൂത്രധാരനെന്ന് ആരോപിക്കപ്പെട്ട BJP നേതാവ് ബിപിൻ പട്ടേലിനെ കോടതി വെറുതെ വിട്ടു. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, വിവരങ്ങൾ. അനന്തു, 2002 ഗുജറാത്ത് കലാപത്തിനിടെ ഏറ്റവും അതിക്രൂരമായ കൂട്ടക്കൊലയായിരുന്നു ഗുൽബർഗ സൊസൈറ്റി കൂട്ടക്കൊല. ഈ കേസിൽ കഴിഞ്ഞ 14 വർഷത്തിനിടെ വിധി പ്രഖ്യാപിക്കുകയാണ് അഹമ്മദാബാദ് പ്രത്യേക കോടതി. 2009 ആരംഭിച്ച വിചാരണ ഇപ്പോഴാണ് സമാപിച്ചത്. 66 പ്രതികളാണ് മൊത്തമുള്ളത്. ഇതിൽ 5 പേർ വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു. ബാക്കി 61 പേർ. ഇതിൽ 36 പ്രതികളെ കോടതി വെറുതെ വിട്ടു. 24 പേർ മാത്രമാണ് കുറ്റക്കാരെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 36 പ്രതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP നേതാവ് ബിപിൻ പട്ടേലായിരുന്നു. ഈ ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊല ആസൂത്രണം ചെയ്തതും ഇതിനെ നയിച്ചതും ബിപിൻ പട്ടേലാണ് എന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെതിരെ സാക്ഷികളുണ്ടായിരുന്നു. പക്ഷേ വിചാരണയ്ക്കിടെ ചില സാക്ഷികൾ കൂറുമാറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സംശയത്തിന്റെ ആനുകൂല്യം നൽകി 36 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത്. ബാക്കി 24 പേരിൽ 11 പേരാണ് കൊലക്കുറ്റം കോടതി കണ്ടെത്തിയത്. ബാക്കി 13 പേർ ഒപ്പമുണ്ടായിരുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആർക്കെതിരെയും ഗൂഢാലോചന ഇല്ല എന്നും അഹമ്മദാബാദ് പ്രത്യേക കോടതി ജഡ്ജി PB ദേശായി വിധിച്ച വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു സമൂഹം പെട്ടെന്നുണ്ടായ വികാരാവേശത്തിൽ ചെയ്ത കൂട്ടക്കൊല എന്ന രീതിയിലേക്ക് ആണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്ന 24 പേർക്കുള്ള ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. സന്തോഷ് സർലിംഗ്, ദില്ലിയിൽ നിന്നും. 14ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. 139 നിയമസഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. വിവരങ്ങൾ ജിഷയുടെ കൊലപാതകത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാവിന് പങ്കുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ജോമോൻ പുത്തൻപുരയ്ക്കൽ. കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ പ്രതികരിച്ചു. ജിഷയുടെ കൊലപാതകത്തിൽ പെരുമ്പാവൂരുള്ള ഉന്നത കോൺഗ്രസ് നേതാവിന് പങ്കുണ്ട് എന്ന് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉത്തരവിട്ട പ്രകാരമാണ് ADGP സന്ധ്യ ഇന്ന് തന്നെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഉറച്ചു നിൽക്കും. ഈ പരാതിയിൽ പറഞ്ഞ നേതാവ് ആരാണെന്നും നേതാവിൻ്റെ മകൻ്റെ പേരും നേതാവിൻ്റെ പേരും ഈ കൊലയിലേക്ക് നയിച്ച മോട്ടീവും വ്യക്തമായി തന്നെ പറയും. അതോടൊപ്പം തന്നെ ഈ നേതാവിൻ്റെ വീട്ടിൽ ജിഷയുടെ അമ്മ 20 വർഷത്തിലധികം ജോലി ചെയ്തെന്ന് ജിഷയുടെ അമ്മയ്ക്കും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത തെളിവും അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ADGP ശ്രീമതി സന്ധ്യ മുമ്പാകെ ഞാൻ മൊഴി നൽകും. നിഷേധിക്കാനാവാത്ത തെളിവുകളും എനിക്ക് ഉത്തമ ബോധ്യമുള്ള 100% സത്യവും നീതിപൂർവവുമായി കേസിൻ്റെ യഥാർത്ഥ പ്രതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ തെളിവുകളും ഇന്ന് നൽകുന്നതാണ്. ജിഷയുടെ കൊലപാതകത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാവിന് പങ്കുണ്ടെന്ന ആരോപണത്തിൽ അന്വേഷണ സംഘം പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ മൊഴിയെടുക്കുന്നു. അതേസമയം പ്രതിയുടെ രേഖാചിത്രം പോലീസ് തയ്യാറാക്കി. വിവരങ്ങളുമായി സമീർ C. വഴങ്ങോട് ചേരുന്നു. സമീർ, വിവരങ്ങൾ. അനന്തു, 10 മണിയോടുകൂടിയാണ് പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ മൊഴിയെടുക്കൽ ആരംഭിച്ചത്. ഇപ്പോഴും തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാവിന് ഈ ജിഷയുടെ കൊലപാതകവുമായി ബന്ധമുണ്ട് എന്നും ഈ കേസിന് ആധാരമായിട്ടുള്ള പല തെളിവുകളും തന്റെ പക്കൽ ഉണ്ട് എന്നുമാണ് അദ്ദേഹം ആരോപിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നത്. താൻ നേരത്തെ പറഞ്ഞ അതേ ആരോപണങ്ങളെല്ലാം തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നും രാജേശ്വരി, അതായത് ജിഷയുടെ അമ്മ
UDFിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള PP തങ്കച്ചൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്നു എന്ന കാര്യവും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും തൻ്റെ പക്കലുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഈ ജോമോൻ പുത്തമ്പുരക്കലിനെതിരെ ഇപ്പോഴുള്ള നിയമ നടപടികളെ സംബന്ധിച്ച് ജിഷയുടെ അച്ഛൻ പാപ്പു ആ പരാതി പിൻവലിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും പാപ്പു നൽകിയ പരാതി അദ്ദേഹത്തെ കബളിപ്പിക്കപ്പെട്ടുകൊണ്ട് ജോമോൻ പുത്തമ്പുരക്കലിനെതിരെ നൽകിയതാണ് എന്നും UDF കൺവീനർ PP തങ്കച്ചൻ്റെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖ പ്രാദേശിക നേതാവും അതോടൊപ്പം അശമന്നൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിലെ മെമ്പറുമായിട്ടുള്ള സുനിലും ഒപ്പം കുറുപ്പുമടി പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഓഫീസറും പോലീസ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം എത്തിക്കൊണ്ടാണ് പാപ്പുവിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ജോമോൻ പുത്തമ്പുരക്കലിനെതിരെ പരാതി നൽകാനുള്ള നടപടി സ്വീകരിച്ചത്. അത് തന്നെ നിർബന്ധിച്ചുകൊണ്ടും കബളിപ്പിച്ചുകൊണ്ടുമാണ് ജോമോൻ പുത്തമ്പുരക്കലിനെതിരായിട്ടുള്ള പരാതി നൽകിയത്. അതുകൊണ്ട് തന്നെ ആ പരാതി പിൻവലിക്കും എന്നുള്ള കാര്യവും പാപ്പു വ്യക്തമാക്കിയിരുന്നു. ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇന്ന് ജോമോൻ പുത്തമ്പുരക്കൽ അന്വേഷണ സംഘത്തിന് മൊഴി നൽകും. ഏതായാലും 10 മണിയോടുകൂടി ആരംഭിച്ച മൊഴിയെടുക്കൽ ഇപ്പോഴും തുടരുകയാണ്. ഈ കേസിലേറെ നിർണായകമായ തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്നും അത് ഇന്ന് അന്വേഷണ സംഘത്തിന് നൽകുമെന്നും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും താൻ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങളും സാധൂകരിക്കുന്ന തെളിവുകളാണ് തന്റെ പക്കലുള്ളതെന്നും അക്കാര്യങ്ങൾ ഇന്ന് അന്വേഷണ സംഘത്തിന് നൽകും എന്നുമാണ് ജോമോൻ പുത്തമ്പുരക്കൽ മൊഴിയെടുക്കുന്നതിന് മുമ്പ് കയറുന്ന വേളയിൽ നമ്മോട് പറഞ്ഞത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കൽ തുടരുകയാണ്. വൈകിട്ട് വരെ ഈ ഒരു മൊഴിയെടുപ്പ് ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആനന്ദു. സമീർ വഴങ്ങോട് വിവരങ്ങൾ നൽകിയത്. വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്തുവാൻ കേരളത്തിലെ ഭരണമാറ്റം സഹായകമാകുമെന്ന പ്രതീക്ഷയിലാണ് ഉദുമ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് 2ാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ട K. കുഞ്ഞിരാമൻ. കേരള കേന്ദ്ര സർവകലാശാല ആസ്ഥാനമായ പെരിയ ക്യാമ്പസിൽ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുകയാണ് തന്റെ പ്രഥമ പരിഗണനയെന്ന് K. കുഞ്ഞിരാമൻ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി K. സുധാകരനെ വാശിയേറിയ പോരാട്ടത്തിൽ 3800-ലേറെ വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് CPIM-ലെ K. കുഞ്ഞിരാമൻ വീണ്ടും ഉദുമയിൽ നിന്ന് നിയമസഭയിലെത്തുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി CPM സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചു വരുന്ന ഉദുമയിൽ ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ച് K. കുഞ്ഞിരാമൻ സാധിച്ചു. മുൻകാലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധിക്കുമെന്ന വിശ്വാസമാണ് K. കുഞ്ഞിരാമന്. കേരള കേന്ദ്ര സർവകലാശാലയുടെ നിർദ്ദിഷ്ട പദ്ധതിയായ മെഡിക്കൽ കോളേജ് പെരിയയിൽ സ്ഥാപിക്കുന്നതിനാണ് MLA എന്ന നിലയിൽ തന്റെ മുൻഗണനയെന്ന് K. കുഞ്ഞിരാമൻ പറഞ്ഞു. സെൻട്രൽ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് വന്നില്ല. ആ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഇടപെട്ട് നമ്മളെ മണ്ഡലത്തിലെ പെരിയയിൽ തന്നെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് നല്ല ശ്രമം നടത്താൻ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. പൊതുപ്രവർത്തനത്തിനൊപ്പം നല്ലൊരു കൃഷിക്കാരൻ കൂടിയായ K. കുഞ്ഞിരാമൻ ചെറുകിട ജലസേചന പദ്ധതികൾക്കും മുൻഗണന നൽകുന്നു. 2006-ലെ LDF സർക്കാർ നിർമ്മാണം പൂർത്തിയാക്കിയതും UDF സർക്കാർ തുറന്നു പ്രവർത്തിപ്പിക്കാൻ വിസമ്മതിക്കുകയും ചെയ്ത ഉദുമ ടെക്സ്റ്റൈൽ മിൽ ഉടൻ തുറന്നു പ്രവർത്തിപ്പിച്ച് യുവജനങ്ങൾക്ക് പരമാവധി തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും K. കുഞ്ഞിരാമൻ പറഞ്ഞു. 3 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന വികസന മുന്നേറ്റത്തിനൊടുവിലാണ് LDF-ന് ഉദുമ നിയോജക മണ്ഡലം സുരക്ഷിത മണ്ഡലമായി മാറിയത്. ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട K. കുഞ്ഞിരാമൻ MLA-യുടെ ശ്രമം. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. ഇരവിപുരം തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനുടമയായ നൌഷാദിന് മുമ്പിൽ തീരമേഖലയും കശുവണ്ടി തൊഴിലാളികളും തന്നെയാണ് പ്രഥമ പരിഗണന അർഹിക്കുന്ന പ്രശ്നങ്ങൾ. ഇടതുമുന്നണിയുടേതല്ല, മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധിയാണ് താനെന്ന് നൌഷാദിന്റെ പക്ഷം. തന്നെ പിന്തുണയ്ക്കുകയും പരിഹസിക്കുകയും തള്ളിപ്പറഞ്ഞവർക്കും ഒരുപോലെ നന്ദി പറയുന്ന നൌഷാദ് എന്ന മനുഷ്യസ്നേഹിയായ ജനപ്രതിനിധിയാണ് പീപ്പിൾ വാർത്താ സംഘം കണ്ടത്. കശുവണ്ടി മേഖലയും തീരമേഖലയും ഉൾപ്പെട്ട മണ്ഡലത്തിലെ നാനാവിധ പ്രശ്നങ്ങൾക്കും ഒറ്റമൂലി കണ്ടെത്താൻ തനിക്കാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് നൌഷാദ്. മണ്ഡലത്തിന്റെ പൊതുവായ വികസനത്തിന് എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, കോർപ്പറേഷൻ കൌൺസിലർമാർ, കോർപ്പറേഷൻ ഭാരവാഹികൾ, അങ്ങനെ എല്ലാവിധ ജനവിഭാഗത്തിലുള്ള ജനപ്രതിനിധികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാ സാംസ്കാരിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ അഭിപ്രായവും കൂടെ നിർദ്ദേശങ്ങളും കൂടെ പരിഗണിച്ച് അതിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ പ്രയോറിറ്റി നിശ്ചയിച്ച് ഓരോന്നോരോന്നായി നടപ്പിലാക്കി പ്രവർത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റെയിൽവേ മേൽപ്പാലങ്ങൾ തുടങ്ങി തീരദേശ റോഡുകൾ വരെ നീളുന്ന ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വികസനം എത്തിക്കുന്നതിലും മണ്ഡലത്തിലെ വോട്ടർമാരെ യജമാനന്മാരെ പോലെ കാണാനുള്ള പക്വതയും ആർജിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് നൌഷാദ് വ്യക്തമാക്കി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൈരളി TV ഒരുക്കുന്ന മെഗാ ഷോ ഉത്സവ് 2016 ഇന്ന് വൈകിട്ട് 6 മണിക്ക് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും. ചലച്ചിത്ര മേഖലയിൽ നിന്ന് 75ഓളം പേർ പങ്കെടുക്കുന്ന മെഗാ ഷോ ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്യും. തിരുവല്ലയിലേക്ക് കലയുടെയും സംഗീതത്തിന്റെയും
ഉത്സവമൊരുക്കി കൈരളി TV വീണ്ടും എത്തുന്നു. കൈരളി TV ഒരുക്കുന്ന മെഗാ ഷോ ഉത്സവ് 2016 ഇത്തവണ തിരുവല്ലയാണ് വേദിയാകുന്നത്. പ്രശസ്ത ഗായകരായ ഉണ്ണിമേനോൻ, റിമി ടോമി, ഡെൽഫി നൈനാൻ എന്നിവരുടെ സംഗീത വിരുന്നും ചലച്ചിത്ര താരങ്ങളും നർത്തകരുമായ ഷംന കാസിം, സരയു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമൊരുക്കുന്ന നൃത്തവിരുന്നും ഹരിശ്രീ അശോകൻ, രമേശ് പിഷാരടി എന്നിവരുടെ നേതൃത്വത്തിൽ ഹാസ്യവിരുന്നും അരങ്ങേറുന്ന 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഷോയിൽ 75-ലധികം കലാകാരന്മാർ അണിനിരക്കും. തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിന് എതിർവശമുള്ള ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിലാണ് ഇത്തവണ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഷോ അരങ്ങേറുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് മെഗാ ഷോ ഉദ്ഘാടനം ചെയ്യും. MLA-മാരായ രാജു എബ്രഹാം, വീണ ജോർജ്, ബിലീവേഴ്സ് ചർച്ച് പരമാധ്യക്ഷൻ ഡോക്ടർ KP യോഹന്നാൻ മെത്രാപ്പൊലീത്ത, കൈരളി TV MD ജോൺ ബുട്ടാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വാർത്തകളിലേക്ക്. എഴുത്തിന്റെ വഴിയിൽ പുതുമയും വൈവിധ്യവും തേടുകയാണ് എറണാകുളം സ്വദേശിനിയായ മേരി ജോൺ. തന്റെ പുതിയ ഇംഗ്ലീഷ് നോവൽ ഏറെ ജനപ്രീതി നേടിയതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് ഇവർ. മലയാളിയായ ഇംഗ്ലീഷ് എഴുത്തുകാരി മേരി ജോൺ വില്യംസിന്റെ ആര്യവീർ ദ ഗാർഡിയൻ ഓഫ് ദക്ഷിൺ ദുർഗ് എന്ന നോവൽ ലോകമെങ്ങുമുള്ള വായനക്കാർക്കിടയിൽ ശ്രദ്ധേയമാകുകയാണ്. 13-ാം നൂറ്റാണ്ടിൽ നടന്ന ചരിത്രപരമായ കഥയാണ് നോവലിന്റെ ഇതിവൃത്തം. 1.5 വർഷം കൊണ്ടാണ് തന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വന്ന കഥ പുസ്തക രൂപത്തിലാക്കിയതെന്ന് എഴുത്തുകാരിയായ മേരി ജോൺ പറയുന്നു. തുടക്കം ഈ സ്റ്റോറി എന്റെ മനസ്സിൽ ഒത്തിരി ടൈം തൊട്ടുണ്ടായിരുന്നു. ഈ ആര്യവീർ എന്നുള്ള ഒരു കഥാപാത്രം തന്നെ എന്റെ മനസ്സിൽ കുറെ കാലമായിട്ട് ഉണ്ടായിരുന്നതാണ്. മീൻസ് അപ്പോൾ ഇതിനെ ഒരു സ്റ്റോറിയാക്കി മാറ്റണം എന്ന് എഴുതി തുടങ്ങിയത് ഞാൻ ജസ്റ്റ് ഒരു സീൻ വിഷ്വലൈസ് ചെയ്തു. അപ്പം അത് ഞാൻ എഴുതാൻ തുടങ്ങി. അതൊരു 1000 words പ്ലസിൽ നിന്നും. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് തോന്നി, അത് വായിച്ചപ്പോൾ ഡെറിക്കിനെയൊക്കെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഡെറിക് എന്നാണ്, കാണിച്ചപ്പോൾ ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തത് കണ്ടിന്യൂ ചെയ്യാം. അതിന് ജസ്റ്റ് ഒരു 1000 words എഴുതി നിർത്തണേക്കാൾ എന്നാൽ ഇതിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് സ്റ്റോറിയാക്കി ഒരു നോവലാക്കി മാറ്റാമെന്ന് ഓർത്ത് അങ്ങനെയാണ് കണ്ടിന്യൂ എഴുതിയത്. ജന്മനാടിനോടും മറ്റും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു പോരാളി മീര എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നതോടെയുള്ള സംഭവ വികാസങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും മേരി ജോൺ വളർന്നത് കേരളത്തിന് പുറത്താണ്. നിരവധി ചെറുകഥകളും കവിതകളും എഴുതിയിട്ടുള്ള മേരി ജോണിന്റെ ആദ്യ നോവലാണിത്. രാജ്യാന്തര വിതരണക്കാരായ ലീഡ് സ്റ്റാർട്ട് പബ്ലിക്കേഷൻസ് ആണ് ഇതിന്റെ പ്രസാധകർ. ആദ്യ നോവൽ തന്നെ വിജയിച്ചതോടെ അടുത്ത പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് മേരി ജോൺ. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഭിന്നശേഷിക്കാരായ 22 വധൂവരന്മാരടക്കം നിർധനരായ 51 ജോഡികൾ മുംബൈയിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ആശംസകളുമായി എത്തിയ നടിയും നർത്തകിയുമായ സുധാചന്ദ്രൻ നച്ചേ മയൂരി എന്ന സിനിമയിലെ നൃത്തം അവതരിപ്പിച്ചാണ് നവദമ്പതികൾക്ക് ആത്മവിശ്വാസം പകർന്നത്. വിശാലമായി ഒരുക്കിയ വിവാഹ മണ്ഡപത്തിലേക്ക് അവരെത്തി. വീൽചെയർ ഉരുട്ടിയും ഉറ്റവരുടെ ചുമലിലിരുന്നും തറയിലിഴഞ്ഞും ഇവരെല്ലാം എത്തിയത് പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള പുത്തൻ പ്രതീക്ഷയുമായാണ്. ആയിരങ്ങളെ സാക്ഷിയാക്കി വരണമാല്യം ഇണയുടെ കഴുത്തിൽ അണിയിക്കുമ്പോൾ കണ്ടു നിന്നവരെല്ലാം ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവർക്ക് 1000 നന്മകൾ ചൊരിഞ്ഞുകൊണ്ട്. നിർധനരായ 22 ജോഡികളുടെ വിവാഹമാണ് സന്നദ്ധ സംഘടനയായ നാരായൺ സേവാ സംസ്ഥയുടെ ആഭിമുഖ്യത്തിൽ നടന്നത്. ഭിന്നശേഷിക്കാരെ ജീവിതമാർഗം കണ്ടെത്താൻ പ്രാപ്തരാക്കുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 26ാമത് സമൂഹ വിവാഹമാണിത്. മുമ്പ് വിവാഹിതരായ ഭിന്നശേഷിക്കാരായ ദമ്പതികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നവദമ്പതികൾക്ക് ആശംസകളുമായി നടിയും നർത്തകിയുമായ സുധാചന്ദ്രൻ എത്തിയത് ചടങ്ങിന് തിളക്കമേകി. പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നവദമ്പതികൾക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് തന്റെ ജീവിതകഥ ആസ്പദമാക്കിയ നാച്ചേ മയൂരി എന്ന സിനിമയിലെ നൃത്തവും സുധാചന്ദ്രൻ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, മുംബൈ. ലിബിയയിലെ IS തീവ്രവാദികൾക്കെതിരെ ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദി പാട്ടുകൾ ബ്രിട്ടീഷ് പട്ടാളം ആയുധമാക്കുന്നതായി റിപ്പോർട്ട്. ബോളിവുഡ് സംഗീതം കേൾക്കുന്നത് IS തീവ്രവാദികളെ അസ്വസ്ഥരാക്കുന്നതായുള്ള കണ്ടെത്തലാണ് ഇതിലേക്ക് നയിച്ചത്. വെടിക്കോപ്പുകളും ബോംബുകളും മാത്രമല്ല, ലിബിയയിലെ IS തീവ്രവാദികൾക്കെതിരെ ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദി പാട്ടുകളും ബ്രിട്ടീഷ് പട്ടാളം ആയുധമാക്കുന്നതായി റിപ്പോർട്ട്. ISനെ മാനസികമായി തകർക്കാനുള്ള ആയുധമായി ബോളിവുഡ് ഗാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സൈക്കോളജിക്കൽ മൂവാണ് പട്ടാളം നടത്തുന്നത്.
പാകിസ്ഥാൻകാരനായ ഒരു ബ്രിട്ടീഷ് ഇന്റലിജന്റ് ഓഫീസറാണ് ഇതിനു പിന്നിൽ. ബോളിവുഡ് സംഗീതം കേൾക്കുന്നത് IS തീവ്രവാദികളെ അസ്വസ്ഥരാക്കുന്നതായുള്ള കണ്ടെത്തലാണ് ഇതിലേക്ക് നയിച്ചത്. ISനെ ലിബിയൻ പട്ടണമായ സിത്തിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഹിന്ദി പാട്ടുകൾ കേൾപ്പിച്ചുകൊണ്ടുള്ള യുദ്ധമുറ പട്ടാളം പയറ്റുന്നത്. ISനെ സംബന്ധിച്ചിടത്തോളം സംഗീതം അനിസ്ലാമികമാണ്. ന്യൂസ് ഡെസ്ക്.